നമസ്കാരം. ഈ കഴിഞ്ഞ ഭരണകാലത്ത് നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയകൾ എത്രത്തോളം ആഴത്തിലാണ് വേരൂന്നിയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പലതും നിങ്ങൾ കണ്ടതാണല്ലോ. സ്കൂൾ കോമ്പൗണ്ടുകളിലും കോളേജുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിൽ വരെ മയക്കുമരുന്ന് വ്യാപാരികളുടെ താവളമായി മാറിയിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഇതിനു വേണ്ടി എന്ത് ചെയ്തു? വലിയ തോതിലുള്ള കച്ചവടങ്ങൾ നടക്കുമ്പോൾ അധികാരികൾ കണ്ണടച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രം അവിടെയും ഇവിടെയും ചെറിയ രീതിയിലുള്ള ചില മയക്കുമരുന്ന് വേട്ടകൾ നടത്തി. വെറും ബോധവൽക്കരണ പ്രസംഗങ്ങൾ കൊണ്ട് യഥാർത്ഥ മാഫിയകളെ ഇവർ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ജനവിധിയും മാറി. പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ മാറ്റം പ്രകടമാണ്. ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് വാക്കുകളിലൊന്നുമല്ല, പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ കണ്ടോ, ആത്മാർത്ഥതയോടെയുള്ള ഞെട്ടിക്കുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ടകളാണ് സംസ്ഥാനത്തുടനീളവും നടക്കുന്നത്. കോടികളുടെ ലഹരി മരുന്നുകളാണ് ദിവസേന പിടികൂടുന്നത്. വമ്പൻ സ്രാവുകളെല്ലാം ഇപ്പോൾ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളുടെയും നമ്മുടെ കുട്ടികളുടെയും ഭാവിയെയും ലഹരി മാഫിയയിൽ നിന്നും രക്ഷിക്കുവാൻ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന പ്രിയ ആഭ്യന്തരമന്ത്രിക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. മുൻ സർക്കാരിൻ്റെ ഈ നിഷ്ക്രിയത്വത്തിന് നൽകിയ ശക്തമായ ഒരു മറുപടിയാണിത്. മയക്കുമരുന്നില്ലാത്ത പുതിയൊരു കേരളത്തിനായി നമുക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കൂ. സാരംഗി ന്യൂസിനു വേണ്ടി ജയകുമാർ.